അതിന് പറയുന്ന പേര് കത്തം ദ്വാരപ്പിക്കൽ എന്നാണ്. പള്ളിയിൽ നിന്ന് മുക്രീനെല്ലാം കൊണ്ടുവന്ന് യാസീനെല്ലാം ഊതിയിട്ട് നെയ്ച്ചോറും ബീഫും പരിപ്പ് കറിയും, അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ബീഫും അതാണ് അതിൻ്റെ ഒരു രീതി. എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായിട്ട് മരിച്ചവരെ ഓർമ്മിക്കുന്നതിന് നമ്മൾ നടത്തുന്ന ചടങ്ങ് ഈ രീതി കുടുംബക്കാർ പറയില്ലേ, ആള് പറയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു സദ്യയാക്കുന്ന ഏർപ്പാടാണ്. പക്ഷെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ച് മരിച്ചവരെ ഓർമ്മിക്കുന്നത് അങ്ങനെ ഒരു ആചാരം പോലെ, ഒരു അനുഷ്ഠാനം പോലെ ആരെങ്കിലും പറയൂലേ എന്ന് വിചാരിച്ചിട്ടല്ല, നമ്മുടെ ഒരു വൈകാരികമായ അടുപ്പത്തിന്റെ പേരിലാണ്. അങ്ങേയറ്റത്തെ വികാരപരമായ ഒരു ഓർമ്മയാണ്. കമ്മ്യൂണിസ്റ്റ് പഴുകളം കുറവാണെങ്കിലും കാലിച്ചാന്റെ നെഞ്ചൂക്കിന്റെ ബലം വളരെ വലുതായിരുന്നു. കൂടെ കൂട്ടാൻ ഇന്നത്തെ പോലെ ആളൊന്നും ഇല്ല. ഓരിന്നോ തെക്കേക്കാടുന്നോ അത്യാവശ്യം എപ്പോഴെങ്കിലും ആൾ വരുമല്ലോ. അതില്ലാത്തപ്പോഴെല്ലാം 87 മുമ്പുള്ള കാലത്തും, 87 മുമ്പുള്ള ഒരു പടനിയുണ്ട്, 87 ശേഷമുള്ള ഒരു പടനിയുണ്ട്. 87 മുമ്പുള്ള കാലത്തും ഒറ്റയാനെ പോലെ ഈ മൂസയാജി മുക്കിൽ ഇങ്ങനെ തന്റെ ചെറിയ ശരീരം കൊണ്ട് വലിയ മനസ്സുമായി നടന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രവർത്തിച്ച് ഈ ടൗണിനകത്ത് പാർട്ടിയുടെ വേരുറപ്പിച്ചിട്ടുള്ള സഖാവ് ടി.കെ. കാലിച്ചൻ. ഏതാണ്ട് അദ്ദേഹത്തിന്റെ സമകാലികരായി നിന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സഖാവ് യു.സി. മാമൂദായിരിക്കാം. 87 ശേഷമുള്ള പാർട്ടിയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഹുസൈൻ രാജാവ് എന്ന വലിയ പേരുള്ള സഖാവ് പി. മുഹമ്മദ് കുഞ്ഞിച്ച. ഞാനൊക്കെ പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് വന്ന് SFIയുടെ ഒക്കെ ചുമതല ഏറ്റെടുത്ത് സജീവമായിട്ട് നിൽക്കുന്ന നാളുകളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഈ പഠന MRI സ്കൂളിലൊക്കെ പലപ്പോഴും CV രാജൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സഖാക്കൾ കല്ലേറ് കൊണ്ടും കൊടാതെയുമെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുന്ന കാലത്ത് ഈ ടൗണിനകത്ത് അന്നത്തെ SFI പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ളവര് ഈ ഹുസൈൻ രാജാവുണ്ട്. ഇവരെല്ലാം ഈ നിലയിൽ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഈ കട്ടപിടിച്ച ലീഗിന്റെ കോട്ടക്കകത്ത് ഇന്ന് കാണാവുന്ന നിലയിൽ CPM-ന്റെ മുന്നേറ്റത്തിന് ഊർജം പകർന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവരെ ഓർമ്മിക്കുക എന്നുള്ളത് എപ്പോഴെങ്കിലും ഒരു ആണ്ട് നേർച്ച നടത്തുന്നത് പോലെ, കൊല്ലത്താൽ നമ്മളിങ്ങനെ നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസം ഒരു നേർച്ച നടത്തുന്നത് പോലെ നടത്താനുള്ള ഒന്നല്ല. ഓരോ നിമിഷവും അപ്പൊ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് 65 വർഷം ഭരണം നടത്തിയിട്ട് അവിടുത്തെ മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടില്ല. മലാല യൂസഫ്സറായി ആ പെൺകുട്ടി ഇപ്പൊ ലോകത്തിന്റെ ശ്രദ്ധയ. ഈ ജൂൺ മാസത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ സമ്മേളനം നടക്കുക. ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോവുകയാണ് 13 വയസ്സുള്ള മലാല എന്ന് പറയുന്ന ഈ പെൺകുട്ടി. പാകിസ്ഥാനിലെ സ്വാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് സുലൈമാൻ എന്ന് പറയുന്ന ഉപ്പക്ക് ജനിച്ചതാ ഈ മലാല. ആരാ മലാലയെ കൊല്ലാൻ നോക്കിയത്? ഇവിടെ ലീഗ് നേതാക്കൾ പറയുന്നത് എന്താ? മാർക്സിസ്റ്റ് കാബാലികർ മുസ്ലിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു എന്നൊക്കെയാണല്ലോ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് മലാല എന്ന് പറയുന്ന സുലൈമാന്റെ മകളായ ഈ മുസ്ലിം പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലാനാക്കിയതാരാ? മുസ്ലിം മാർക്സിസ്റ്റ് കാബാലികര, മാർക്സിസ്റ്റ് ഗുണ്ടകളാണോ? അപ്പൊ നമ്മുടെ നാട്ടിനകത്ത് ഇതാ സ്ഥിതി. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുണവും വരുത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളത് പാകിസ്ഥാന്റെ അനുഭവമാണ്. ഇത് തന്നെയാണ് ഞങ്ങൾ RSSനോട് പറയുന്നത്. ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കി എന്നാൽ ഹിന്ദുക്കൾ രക്ഷപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ നേപ്പാളിലെ ഹിന്ദുക്കൾ രക്ഷപ്പെടണ്ടേ? 400 കൊല്ലം ഹിന്ദു രാഷ്ട്രമായിരുന്നു. ഹിന്ദു മതത്തെ ഔദ്യോഗിക മതമായിട്ട് അംഗീകരിച്ച രാഷ്ട്രമായിരുന്നു. ഹിന്ദു രാജാക്കന്മാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവസാനം 980-ഓടുകൂടി നേപ്പാളിലെ ജനങ്ങൾ, മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ, അവർ ചുവന്ന കൊടി പിടിച്ച് നേപ്പാളിന്റെ മഞ്ഞു മലമുടക്കുകളിൽ സമരം ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഹിന്ദു രാഷ്ട്ര പദവിയും വേണ്ട, ഹിന്ദു രാജ ഭരണവും വേണ്ട, ഞങ്ങൾക്ക് ജനാധിപത്യം മതി. അങ്ങനെയാ നേപ്പാളിലെ ജനാധിപത്യം വന്നത്. അപ്പൊ ഒരു ഭാഗത്ത് RSSും മറുഭാഗത്ത് മുസ്ലിം ലീഗും പറയുന്നത് പോലെ മതത്തിന്റെ പേരിൽ രാഷ്ട്രമുണ്ടാക്കിയിട്ട്, മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം ഉണ്ടാക്കിയിട്ട് ആ മതവിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല എന്നുള്ളത് അനുഭവമാണ്. ഈ അനുഭവം ഉള്ളത് കൊണ്ടാണ് CPIM പറയുന്നത് എല്ലാ മതത്തിലും പെട്ട ആളുകളുടെ ഭൗതിക ജീവിതത്തിൽ കറണ്ടിന്റെ ചാർജ് കൂടുമ്പോ, പെട്രോളിന്റെ ചാർജ് കൂടുമ്പോ, അരിയുടെ വില കൂടുമ്പോ, മണ്ണെണ്ണയുടെ കോട്ട കുറയുമ്പോ, ഗ്യാസിന്റെ വില കൂട്ടുമ്പോ മാപ്പിളമാർ വേറെയും ഹിന്ദുക്കൾ വേറെയും സമരം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഭൗതിക ജീവിതത്തിൽ മുസ്ലിം ആയാലും ഹിന്ദുവായാലും അവരെല്ലാം ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ്.
അവിടെ മുസ്ലിം ലീഗും ഹിന്ദു ലീഗും എല്ലാം ഉണ്ടാവേണ്ട നാടിനെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നാടാകെ മാറുമ്പോൾ, പഠനയാകെ മാറുമ്പോൾ, ഇപ്പോഴും നമ്മുടെ നാട്ടിനകത്ത് തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ അന്ധമായ മാർക്സിസ്റ്റ് വിരോധവുമായിട്ട് നടക്കുന്ന ആളുകൾ ഈ മാറ്റത്തെ കാണണം, ശരിയായ നിലയിൽ താരതമ്യം ചെയ്യണം. 2006 മുതൽ 2011 വരെ കേരളം ഭരിച്ച LDF ഗവൺമെന്റ്, അന്ന് ആ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ, ഇപ്പൊ 2 വർഷം പൂർത്തിയാകുന്ന UDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, എന്റെ ഇങ്ങനെ സ്മരണ നമുക്ക് കരുത്താകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുക. അടുത്തതായി പഠന പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം നേതൃത്വപരമായ പങ്കാളിത്തം വഹിക്കുന്ന PKC അഹമ്മദിനെയും കാർഷിക മേഖലയിൽ നിന്ന് നഷ്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ വിട്ടെറിഞ്ഞു പോകുമ്പോൾ സ്വന്തം കാർഷിക മേഖലയിൽ ഊന്നി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പടനയിലെ TP മുഹമ്മദ് അലി ഹാജിയെയും ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കൽ ചടങ്ങ് നിർവഹിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ MLA സഖാവ് കുഞ്ഞിരാമേട്ടനാണ്. മുഹമ്മദ് അലി ഹാജിയെയും ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. സഖാവ് കുഞ്ഞിരാമേട്ടൻ PKC ആമച്ചയെ ആദരിക്കുന്നു. TP മുഹമ്മദ് അലി ഹാജിക്ക് സഖാവ് കുഞ്ഞിരാമേട്ടൻ ആദരിക്കുന്നു. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ KT ജലീൽ MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരപൂർവ്വം ഡോക്ടർ KT ജലീൽ MLA മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുക. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന സഖാവ് വത്സൻ, എനിക്കേറെ സ്നേഹാദരങ്ങളുള്ള സഖാവ് K കുഞ്ഞിരാമേട്ടൻ MLA, എൻ്റെ സുഹൃത്ത് ഡോക്ടർ മുസ്തഫ, ഇവിടെ ഇന്ന് ആദരിക്കപ്പെട്ടിരിക്കുന്ന PKC അഹമ്മദ് സാഹിബ്, TP മുഹമ്മദ് അലി ഹാജി, മറ്റു വേദിയിലെ ബഹുമാന്യരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, CPIM-ന്റെ പടന്നാട് ടൗൺ CPIM-ന്റെ പടന്നാട് ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പൊതുയോഗത്തിലാണ് ഞാനും നിങ്ങളും സംബന്ധിക്കുന്നത്. നമ്മളുടെ രാജ്യം ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോവുകയാണ്. ഏതാണ്ട് ഒരു വർഷവും കൂടി കഴിയുമ്പോഴേക്ക് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനു മുൻപ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഈ നാട്ടിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നത്. അതിസമ്പന്നന്മാരും പ്രമാണിമാരും
അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന നെട്ടോട്ടത്തിലാണ്. പാവപ്പെട്ടവരനുഭവിക്കുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഓരോന്നോരോന്നായി അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 1.5 ലക്ഷത്തോളം കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. ജീവിതത്തിന്റെ തിരശീല സ്വയം പിടിച്ചു വലിച്ചു താഴ്ത്തി കാലത്തിന്റെ മറുതീരത്തേക്ക് ഈ കർഷകർ നടന്നുപോയത് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി നാട്ടിലുണ്ടായപ്പോഴാണ്. 18 ലക്ഷത്തോളം കുടിൽ വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ അടച്ചുപൂട്ടപ്പെട്ടത്. കോടിക്കണക്കിന് ജനങ്ങൾ ഉപജീവനം നടത്തുന്ന മേഖലകൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് ഭരണകൂടങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാട്ടിലെ സമ്പന്നർക്ക് അവരുടെ ലാഭക്കൊയ്ത്ത് സുഗമമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും ദുരിതക്കയത്തിലേക്ക് വലിച്ചെറിയുന്ന നയങ്ങളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1990-കളിലാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. അന്ന് നരസിംഹറാവു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിവെച്ച പരിഷ്കാരങ്ങളാണ് യാതൊരു ലക്കും ലഗാനുമില്ലാതെ ബെല്ലും ബ്രേക്കുമില്ലാതെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയപ്പോൾ CPIM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ അതുകൊണ്ട് രാജ്യത്ത് വരാൻ പോകുന്ന ഭവിഷ്യത്തും ഭയാനകരമായ സാഹചര്യവും ജനങ്ങളോട് പറയുകയുണ്ടായി. ആ മുന്നറിയിപ്പ് ജനങ്ങൾ അവഗണിച്ചു. കോൺഗ്രസും വലതുപക്ഷ പാർട്ടികളും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളും ഇടതുപക്ഷത്തിന്റെ വാദഗതികളെയും മുന്നറിയിപ്പിനെയും പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെപ്പോഴും അങ്ങനെയാണ്. ഏത് നല്ല കാര്യങ്ങൾ വരുമ്പോഴും അവരെതിർത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, യന്ത്രവൽക്കരണം വന്നപ്പോൾ എതിർത്തു. ഇതാ ഇപ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഗുണം കിട്ടുന്ന കാര്യം വന്നപ്പോൾ അതിനെയും എതിർക്കുന്നു. സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. 4-5 വർഷം മാത്രമേ ആ ബുദ്ധിമുട്ട് നീണ്ടു നിൽക്കുകയുള്ളൂ. 6ാമത്തെ ഒരു വർഷം ഉണ്ടാകുമെങ്കിൽ, അതിന് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം സമാഗതമാകുമെങ്കിൽ ഇന്ന് നടപ്പിലാക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഗുണഫലങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അനുഭവേദ്യമാകും. 1990-ൽ ആരംഭിച്ച പരിഷ്കരണ നടപടികൾ 23 വർഷം പിന്നിടാൻ വേണ്ടി പോവുകയാണ്. ഈ 23 വർഷത്തിനിടക്ക് ഈ പരിഷ്കാരങ്ങളുടെ ഗുണഫലങ്ങളൊന്നും ഇന്ത്യയിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അനുഭവേദ്യമായിട്ടില്ല. കഷ്ടപ്പാടും ദുരിതങ്ങളും കൊണ്ട് അവർ ബുദ്ധിമുട്ടുകയാണ്. മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാമിൻ, ക്ഷാമം ഉണ്ടായി. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അന്ന് ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടത്. സമാനമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ അധികം വൈകാതെ പോകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ഉപജീവന മാർഗങ്ങൾ ഒന്നൊന്നായി സമ്പന്നർക്കും കോർപ്പറേറ്റുകൾക്കും
അടിയറ വെച്ച് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ, അവരുടെ സ്ഥിതി ശോഭനമല്ല. 4-5 വർഷങ്ങൾക്കുള്ളിൽ അവരുടെ കടകളൊക്കെ പൂട്ടിയവർക്ക് പോകേണ്ടി വരും. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ, വിദേശ കമ്പനികൾ നാട്ടിൽ ചില്ലറ വിൽപ്പനശാലകൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള അനുമതി അവർക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് ട്രാവൽ ഏജൻസികൾ ഉണ്ടായിരുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞ ചെറുപ്പക്കാരൻ, ഡിഗ്രി കഴിഞ്ഞ ചെറുപ്പക്കാരൻ, അവൻ നാട്ടിലെ ഗ്രാമങ്ങളിൽ പോലും ട്രാവൽ ഏജൻസികൾ തുടങ്ങി. ഒരു കാലത്ത് ട്രാവൽ ഏജൻസികളുടെ ബാഹുല്യമായിരുന്നു നാട്ടിലെങ്ങും. അതുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു, കുടുംബങ്ങളുണ്ടായിരുന്നു. നാട്ടിൻപുറങ്ങളിലെ പാസ്പോർട്ടിന്റെ അപേക്ഷകൾ ഈ ട്രാവൽ ഏജൻസികളിൽ സ്വീകരിച്ച് അവരാണത് പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നത്. നമ്മളുടെ നാട്ടുകാരായ നമ്മളുടെ ചെറുപ്പക്കാർക്ക് ഒരു പാസ്പോർട്ട് അപേക്ഷ സ്വീകരിച്ച് പാസ്പോർട്ട് ഓഫീസിൽ നൽകിയാൽ 100-150 രൂപ കിട്ടും. വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ ടിക്കറ്റും എല്ലാം കൂടി ആകുമ്പോൾ വല്ലാതെ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു, ഇനി മുതൽ പാസ്പോർട്ട് അപേക്ഷകളൊന്നും നിങ്ങൾ ഒരു ഏജന്റിനെയും ഏൽപ്പിക്കേണ്ട കാര്യമില്ല. അത് പാസ്പോർട്ട് ഓഫീസുകളിൽ നേരിട്ട് സ്വീകരിച്ചു തുടങ്ങും. മധ്യവർത്തികളായിട്ടുള്ള ഏജന്റുമാർക്ക് പാസ്പോർട്ട് അപേക്ഷകർ നൽകേണ്ടി വരുന്ന കമ്മീഷൻ അതിലൂടെ ഇല്ലാതാകും. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. നമ്മളെല്ലാവരും സന്തോഷിച്ചു. നേരിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പാസ്പോർട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്നു. ഏജന്റിന് കൊടുക്കേണ്ടി വരുന്ന പണം പോലും കൊടുക്കാതെ അപേക്ഷകർക്ക് നേരിട്ട് ലാഭമുണ്ടാക്കി കൊടുക്കാൻ നമ്മളെ സ്നേഹിക്കുന്ന ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനം. എന്താ സംഭവിച്ചത്? പാസ്പോർട്ട് ഓഫീസുകൾക്ക് മുന്നിൽ ക്യൂ നീണ്ടു. മണിക്കൂറുകളല്ല, ദിവസങ്ങളോളം വെയിലത്തവർ പാസ്പോർട്ട് അപേക്ഷയുമായി നിന്നു. പാസ്പോർട്ട് അപേക്ഷ സ്വീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഒരു പോസ്റ്റ് പോലും അധികം സൃഷ്ടിച്ചില്ല. നമ്മളുടെ പാസ്പോർട്ട് ഓഫീസുകളിൽ ഒരു മേശയും ഒരു കസേരയും പോലും അധികമായി വാങ്ങി അവിടെ വെച്ചില്ല. ആളുകൾ ബുദ്ധിമുട്ടി, അവരുടെ പ്രയാസം വർദ്ധിച്ചു. ദുരിതം സഹിക്കവയ്യാതായപ്പോ ആളുകൾ തന്നെ പറയാൻ തുടങ്ങി, ഇതെന്ത് ഏർപ്പാടാണ്, ഇതിനൊരു പരിഹാരം വേണം. ആളുകളിൽ നിന്ന് അങ്ങനെ ഒരു മുറവിളിക്ക് കാത്തു നിൽക്കുകയായിരുന്നു ഇന്ത്യ ഗവൺമെന്റ്. സർക്കാർ ചെയ്തത്, പാസ്പോർട്ട് അപേക്ഷിക്കുവാൻ വേണ്ടി പാസ്പോർട്ട് ഓഫീസുകൾക്ക് മുമ്പിൽ അനന്തമായി ക്യൂ നിൽക്കുന്ന സാഹചര്യമില്ലാതാക്കാൻ എല്ലാ പാസ്പോർട്ട് ഓഫീസുകളോടനുബന്ധിച്ചും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ തുടങ്ങും എന്ന് പ്രഖ്യാപിച്ചു. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരുടേതാണ്? ഗവൺമെന്റിൻ്റെതാണ് അല്ല, ടാറ്റയുടേതാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ. എല്ലാ പാസ്പോർട്ട് ഓഫീസുകളോടനുബന്ധിച്ചും ടാറ്റയുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും പ്രവർത്തനം തുടങ്ങി. നമ്മളുടെ പാസ്പോർട്ട് അപേക്ഷകൾ അവിടെ സ്വീകരിച്ചു. നമ്മളുടെ നാട്ടിൻപുറങ്ങളിലെ ട്രാവൽ ഏജൻസികൾ മുഴുവൻ പൂട്ടിപ്പോയി. ഇന്ന് ഇവിടെ നിങ്ങളുടെ ഈ പടന്നയിൽ എത്ര ട്രാവൽ ഏജൻസികളുണ്ട്? ആ ട്രാവൽ ഏജൻസികൾ എടുത്തിരുന്ന പണി പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് തീരെഴുതി കൊടുത്ത് ടാറ്റയ്ക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാനാണ് ഇന്ത്യ ഗവൺമെന്റ് ശ്രമിച്ചത്. നമ്മൾ ആരും പ്രതിഷേധിച്ചില്ല. 100-150 രൂപ നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാരന് കിട്ടിയിരുന്ന സ്ഥാനത്ത് 500-1000 രൂപ കമ്മീഷനായി പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ സേവനങ്ങൾക്ക് നൽകാൻ നമ്മൾ ഇന്ന് നിർബന്ധിതമാണ്. ആർക്കാണ് നേട്ടമുണ്ടായത്? ട്രാവൽ ഏജൻസികൾ ഇല്ലാതാക്കി നമ്മളുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി നഷ്ടപ്പെടുത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും,
ഗ്രാമങ്ങളിൽ പോലും സ്റ്റുഡിയോകൾ പ്രവർത്തിച്ചിരുന്ന കാലം. ഡിഗ്രി കഴിഞ്ഞ ചെറുപ്പക്കാരൻ, +2 കഴിഞ്ഞ ചെറുപ്പക്കാരൻ, കുറച്ച് കലാബോധമുണ്ടെങ്കിൽ അവൻ വീട്ടിലെ എന്തെങ്കിലും സ്വത്തുക്കളുണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് നാട്ടിൻ പുറത്തൊരു സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ അവന്റെ മുന്നിലെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്, ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പാസ്പോർട്ട് അപേക്ഷകരാണ്. സർക്കാർ ആവശ്യത്തിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ വരുന്നവരാണ്. ഇന്ന് എവിടെയും നിങ്ങൾക്ക് ഈ സ്റ്റുഡിയോകൾ വ്യാപകമായിട്ട് കാണാൻ കഴിയില്ല. സ്റ്റുഡിയോകളൊക്കെ പൂട്ടിപ്പോയി. എന്തുകൊണ്ടാണ് പൂട്ടിപ്പോയത്? എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോടനുബന്ധിച്ചും പാസ്പോർട്ട് അപേക്ഷകർ ഫോട്ടോ എടുക്കുവാനുള്ള സംവിധാനം നിലവിൽ വന്നു. ടാറ്റക്ക് കൊടുത്തു ആ അധികാരവും. പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ഫോട്ടോ എടുക്കേണ്ട അധികാരവും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളെ ഏൽപ്പിച്ചു. സർക്കാർ ആവശ്യത്തിന് ഫോട്ടോ എടുക്കാൻ നമ്മളുടെ വീടുകളിൽ ക്യാമറയുമായി ആളുകൾ വന്നു. നമ്മൾ കരുതി ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞയച്ച ആളുകളാണ്. കോർപ്പറേറ്റുകളെയും സ്വകാര്യ കമ്പനികളെയുമാണ് ഇന്ത്യ ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. ആധാർ കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവിധാനങ്ങൾ, ഇതൊക്കെ സ്വകാര്യ ഏജൻസികൾക്ക് തീരെഴുതി കൊടുത്തു. അതിന്റെ ഫലമായി 10,000-കണക്കിന് നമ്മളുടെ ചെറുപ്പക്കാർ, സ്റ്റുഡിയോകൾ നടത്തിയിരുന്ന ചെറുപ്പക്കാർ സ്റ്റുഡിയോകൾ പൂട്ടി, മറ്റു വഴികൾ തേടി. നിങ്ങൾ എഴുതി വെച്ചോളൂ, ബാർബർ ഷോപ്പ് പോലും ഈ നാട്ടിൽ കോർപ്പറേറ്റുകൾ നടത്തുന്ന കാലം വിദൂരമല്ല. ചെറുകിട കച്ചവടക്കാർക്ക് അധിക കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനി ഇപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ നിങ്ങൾ? അവിടെ വലിയ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങി, വലിയ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി. വലിയ ഷോപ്പിംഗ് മാളുകളും സൂപ്പർ മാർക്കറ്റുകളും തുടങ്ങിയാൽ എങ്ങനെയാണത് ചെറുകിട കച്ചവടക്കാരെ പ്രതികൂലമായി ബാധിക്കുക എന്ന് ഗൾഫിൽ നിന്ന് വരുന്നവരോട് ചോദിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ, നമ്മളുടെ നാട് നമ്മളുടെ നാടായത്, ഈ നാട്ടിൽ സാമ്പത്തിക പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടായത് എഞ്ചിനീയറിംഗും MBA-യും എടുത്ത്, ഡിഗ്രിയും ബിരുദാനന്തര ബിരുദവും എടുത്ത് നമ്മളുടെ പൂർവികർ ഗൾഫ് നാടുകളിൽ പോയി പണിയെടുത്തിട്ടല്ല. 4ാം ക്ലാസ് വിദ്യാഭ്യാസമില്ലാത്ത നമ്മളുടെ പൂർവികർ, സ്കൂളിന്റെ പടി പോലും കാണാത്തവർ, അവർ ഗൾഫ് നാടുകളിൽ പോയി 1 മുറിക്കടയിൽ 2 മുറിക്കടയിൽ ഗ്രോസറികൾ തുടങ്ങി, സ്റ്റേഷനറി കടകൾ തുടങ്ങി, പച്ചക്കറി കടകൾ തുടങ്ങി, പലചരക്ക് കടകൾ തുടങ്ങി. അങ്ങനെ 10,000-കണക്കിന് ചെറുകിട കച്ചവട സംരംഭങ്ങൾ ഗൾഫ് മേഖലയിലാകമാനം നമ്മളുടെ നാട്ടിൽ നിന്ന് പോകുന്ന മലയാളികൾ ആരംഭിച്ചു. ലാഭം 10,000-കണക്കിന് ആളുകളുടെ കൈകളിലേക്ക് വികേന്ദ്രീകരിക്കപ്പെട്ടു. നമ്മളുടെ നാട് നന്നായി. നാട്ടിൽ വലിയ പള്ളികൾ വന്നു. നാട്ടിൽ വലിയ കെട്ടിടങ്ങളും സംവിധാനങ്ങളും ഉണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതിന്റെ അനുരണനം, അതിന്റെ ഫലം അനുഭവിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നവരോട് നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ മടങ്ങി വരുന്നത് എന്ന്. അവര് പറയും, ഞങ്ങളുടെ ഒറ്റമുറിക്കടയും 2 മുറിക്കടയും ഒന്നും ഇനി ഗൾഫിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. വലിയ ഷോപ്പിംഗ് മാളുകൾ ഉണ്ടായിരിക്കുന്നു അവിടെ, വലിയ സൂപ്പർ മാർക്കറ്റുകൾ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു അവിടെ. ആളുകൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾ വിൽക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾ വിൽക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കഴിയുന്നത്? ഇവിടെയും വരാൻ പോകുന്നത് അതേ സംവിധാനമാണ്. അത് കഴിയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. ഉൽപാദനം ഒരു കൂട്ടരായിരുന്നു ഇക്കാലം അത്രയും, വിതരണം മറ്റൊരു കൂട്ടരായിരുന്നു, വിൽപ്പന വേറൊരു കൂട്ടരായിരുന്നു. പക്ഷേ ഈ ഷോപ്പിംഗ് മാളുകളും സൂപ്പർ മാർക്കറ്റുകളും ആരംഭിച്ച കോർപ്പറേറ്റുകൾ ഉൽപാദനത്തിന്റെ ചുമതല ഏറ്റെടുത്തു. സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള കർഷകരോട് അവർ പറഞ്ഞു, നിങ്ങൾ ഈ 1/2 ഏക്കറും 1 ഏക്കറും ഒക്കെ കൃഷി ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് നല്ല വില തരാം, നിങ്ങൾ ആ ഭൂമി ഞങ്ങൾക്ക് തന്നേക്കും. അങ്ങനെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ മുഴുവൻ ചെറുകിട കർഷകരുടെ ഭൂമികൾ ചുളുവിലക്ക് ഇവർ തട്ടിയെടുത്തു.
പതിനായിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് അവര് തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു. അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവരുടെ സൂപ്പർ മാർക്കറ്റിൽ അവർ തന്നെ എത്തിച്ചു. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഈ വലിയ കോർപ്പറേറ്റുകൾ ഓരോ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ഉണ്ടാക്കി സ്വന്തം. അവിടെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവര് തന്നെ നേരിട്ട് അവരുടെ ചില്ലറ വിൽപ്പനശാലയിൽ എത്തിക്കുന്നു. ഉൽപാദനം ഒരു കൂട്ടർ, വിതരണം അതേ കൂട്ടർ, വിൽപ്പനയും അതേ വിഭാഗക്കാർ. അതുകൊണ്ടാണ് അവർക്ക് വില കുറച്ചു കൊടുക്കാൻ കഴിയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലെ ഉസ്മാൻ കാക്കാന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിരുന്നത്? ഭാസ്കരേട്ടന്റെ പീടികയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കറിയാമായിരുന്നു